ഹായ് ഫ്രണ്ട്സ്, PSC ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പോൾ നമ്മൾ 10th പ്രിലിമിനറിക്ക് വേണ്ടിയിട്ടുള്ള ഡെയിലി ഡേ ടൈം ടേബിളാണ് ചെയ്യുന്നത്. 50 ഡേ ടൈം ടേബിളാണ്. അപ്പോൾ അതിൽ നിന്ന് 12ാമത്തെ ദിവസമാണ്. അപ്പോൾ ഓൾറെഡി 11 ദിവസത്തെ ടൈം ടേബിൾ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോസൊക്കെ കാണുക. പിന്നെ ഇതിൻ്റെ എല്ലാം PDF നമ്മൾ ടെലഗ്രാം ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അതിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കുന്നത് രസതന്ത്രം നിത്യജീവിതത്തിൽ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പോൾ ഓൾറെഡി നമ്മൾ 4 ടോപ്പിക്സ് രസതന്ത്രത്തിൽ നിന്ന് കവർ ചെയ്തിട്ടുണ്ട്. ഇനി അതേപോലെ ഈ ഒരു ടോപ്പിക്കും പിന്നെ അതുപോലെ തന്നെ ദ്രവ്യവും പിണ്ഡവും അതും കൂടെ കഴിഞ്ഞ് നമ്മുടെ കെമിസ്ട്രിയുടെ കംപ്ലീറ്റ് ടോപ്പിക്കും കഴിയും. അപ്പോൾ രസതന്ത്രം നിത്യജീവിതത്തിൽ എന്ന് പറയുന്നത് 2 വീഡിയോസ് ആയിട്ടാണ് ഇടുന്നത്. അപ്പോൾ SCERT ടെക്സ്റ്റിനെയും അതുപോലെ NCERT ടെസ്റ്റിനെയും ബേസ് ചെയ്തിട്ടുള്ള പോയിന്റ്സ് ആണ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ PSC പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യമായിട്ട് പോളിമറുകൾ. അപ്പോൾ ഇതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് PSC ചോദിച്ചിട്ടുള്ളതാണ് പോളിമറുകളെ പറ്റിയിട്ട്. അപ്പോൾ ഈ പോളിമറുകൾ എങ്ങനെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്? പോളിമറൈസേഷനിലൂടെയാണ്. പോളിമറൈസേഷനിലൂടെ രൂപം കൊള്ളുന്ന തന്മാത്രകളാണ് പോളിമറുകൾ എന്ന് പറയുന്നത്. അപ്പോൾ പോളിമറൈസേഷൻ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. പോളിമറൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ലഘുവായിട്ടുള്ള ചെറിയ ചെറിയ തന്മാത്രകൾ, ഒരുപാട് തന്മാത്രകൾ, ലഘു തന്മാത്രകൾ കൂടിച്ചേർന്നിട്ട് ഒരു സങ്കീർണമായിട്ടുള്ള തന്മാത്ര ഉണ്ടാകുന്ന ആ പ്രോസസ്സ്. ലഘു തന്മാത്രകൾ കൂടിച്ചേർന്നിട്ട് സങ്കീർണമായ തന്മാത്ര ഉണ്ടാകുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? പോളിമറൈസേഷൻ എന്ന് പറയാം. അപ്പോൾ ഈ പോളിമറൈസേഷനിൽ ഉപയോഗിക്കുന്ന ഈ ലഘു തന്മാത്രകൾ, അതിൽ ഈ കൂടിച്ചേരുന്ന ഈ ലഘു തന്മാത്രകളെയാണ് നമ്മൾ മോണോമറുകൾ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ മോണോമറുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കൂട്ടിച്ചേർക്കുന്ന ലഘുവായിട്ടുള്ള തന്മാത്രകളെയാണ് മോണോമർ എന്ന് പറയുന്നത്. അങ്ങനെ ഈ തന്മാത്രകൾ കൂടിച്ചേർന്നിട്ട് നമുക്ക് സങ്കീർണമായിട്ടുള്ള തന്മാത്രകൾ ഉണ്ടാകുന്ന പ്രവർത്തനമാണ് പോളിമറൈസേഷൻ. അപ്പോൾ ഈ പോളിമറൈസേഷനിൽ ഉണ്ടാകുന്ന തന്മാത്രകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? പോളിമറുകൾ എന്ന്. അപ്പോൾ പോളിമറുകൾ എന്ന് പറയുന്നത് ഇതിനെയാണ്. മോണോമറുകൾ കൂടിച്ചേർന്നാണ് പോളിമറുകൾ ഉണ്ടാകുന്നത്. അപ്പോൾ അതിൻ്റെ പഠിക്കണം, മോണോമറുകൾ കൂടിച്ചേർന്നാണ് പോളിമറുകൾ ഉണ്ടാകുന്നത്. ഇനി എന്താണ് ടെഫ്ലോൺ ചോദിച്ചിട്ടുള്ളതാണ്. ടെഫ്ലോൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ നോൺ സ്റ്റിക്ക് പാചകപാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, നോൺ സ്റ്റിക്ക് പാത്രങ്ങളുടെ ഉൾപ്രതലത്തിലെ ആവരണം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഒരു പോളിമറാണ്. അപ്പോൾ ടെഫ്ലോൺ എന്ന് പറയുന്നത് എന്താ? ഒരു പോളിമറാണ്. എവിടെയാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്? നോൺ സ്റ്റിക്ക് പാചകപാത്രങ്ങളുടെ ഉൾപ്രതലത്തിലെ ആവരണം ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പോളിമറാണ് ടെഫ്ലോൺ എന്ന് പറയുന്നത്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വയ്ക്കാം. ഇനി പ്രോട്ടീൻ. അപ്പോൾ പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ അമിനോ ആസിഡുകൾ ചേർന്ന് രൂപം കൊള്ളുന്ന പോളിമറാണ് പ്രോട്ടീൻ. അപ്പോൾ പ്രോട്ടീനിലെ മോണോമർ ഏതാണെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും? അമിനോ ആസിഡുകളായിരിക്കും. അമിനോ ആസിഡുകൾ ചേർന്നിട്ടാണ് പ്രോട്ടീൻ ഉണ്ടാകുന്നത്. അപ്പോൾ അമിനോ ആസിഡ് എന്ന് പറയുന്നത് അതിൻ്റെ മോണോമറാണ്. മോണോമർ, അപ്പോൾ അത് പഠിക്കണം, മോണോമറാണ്. ഓക്കെ, അപ്പോൾ മോണോമറാണ് ഏതിൻ്റെ? പ്രോട്ടീൻ്റെ മോണോമറാണ് അമിനോ ആസിഡുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ അമിനോ ആസിഡുകൾ കൂടിച്ചേർന്ന് രൂപം കൊള്ളുന്നതിനെ നമ്മൾ പ്രോട്ടീൻ എന്ന് പറയും. ഇനി ജീവജാലങ്ങളിൽ കാണപ്പെടുന്ന പോളിമറുകൾ, ജീവജാലങ്ങളിൽ കാണപ്പെടുന്ന പോളിമറുകളെയാണ് ബയോ പോളിമർ എന്ന് വിളിക്കുക. ജീവജാലങ്ങളിൽ കാണപ്പെടുന്ന പോളിമറിനെ നമ്മൾ വിളിക്കുന്നതാണ് ബയോ പോളിമർ. അപ്പോൾ ഈ ബയോ പോളിമറുകൾക്ക് എക്സാമ്പിൾ ഏതൊക്കെയാണ്? ഈ പ്രോട്ടീൻ, നമ്മളിപ്പോൾ പറഞ്ഞ പ്രോട്ടീൻ ബയോ പോളിമറാണ്. അതുപോലെ തന്നെ DNA, അതേപോലെ അന്നജം, അതേപോലെ തന്നെ സെല്ലുലോസ് എന്നൊക്കെ പറയുന്നത് എന്താണ്? ബയോ പോളിമറുകൾക്ക് എക്സാമ്പിളാണ്. ജീവജാലങ്ങളിൽ കാണപ്പെടുന്ന പോളിമറുകളാണ് ബയോ പോളിമറുകൾ. ഇനി എന്താണ് സിന്തറ്റിക് പോളിമറുകൾ? സിന്തറ്റിക് പോളിമർ എന്ന് പറഞ്ഞാൽ കൃത്രിമമായി നിർമ്മിക്കുന്നവയാണ്. കൃത്രിമമായി നിർമ്മിക്കുന്ന പോളിമറുകളാണ് ഏത്? സിന്തറ്റിക് പോളിമറുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സിന്തറ്റിക് പോളിമറിന് എക്സാമ്പിൾ ഏതൊക്കെയായിരിക്കും? നൈലോൺ. ഓക്കെ, നൈലോൺ ഉണ്ട്, റയോൺ ഉണ്ട്, റയോൺ, അതേപോലെ തന്നെ പോളിത്തീൻ, നൈലോൺ, റയോൺ, പോളിത്തീൻ, PVC എന്നിവയാണ് എന്തൊക്കെ? സിന്തറ്റിക് പോളിമർ എന്ന് പറയുന്നത്. PVC, പോളിത്തീൻ, അതേപോലെ തന്നെ നൈലോൺ, റയോൺ എന്നൊക്കെ പറയുന്നത് സിന്തറ്റിക് പോളിമറാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു സിന്തറ്റിക് പോളിമർ എന്ന് പറഞ്ഞാൽ എന്താ? കൃത്രിമമായി നിർമ്മിക്കുന്ന പോളിമറുകളാണ് ഈ സിന്തറ്റിക് പോളിമറുകൾ എന്ന് പറയുന്നത്. ഇനി അതേപോലെ തന്നെ ഫൈബർ, പ്ലാസ്റ്റിക്, റബ്ബർ എന്നിവയുടെയൊക്കെ അടിസ്ഥാന സ്വഭാവം എന്താ? ഈ പോളിമറാണ്. ഫൈബർ എന്ന് പറഞ്ഞാലും പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാലും റബ്ബർ എന്ന് പറഞ്ഞാലും. അപ്പോൾ ഇതൊക്കെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കാനുണ്ട്. അതിൽ നിന്നൊക്കെ കുറച്ചായിട്ട് PSC പ്രീവിയസ് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അത് മാത്രം നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇനി ഇവിടെ PVC എന്ന് പറയുന്നത് ഒരു പോളിമറാണ്. അപ്പോൾ ഈ പോളിമറുകളാണ് തന്നിട്ടുള്ളത്. ഏതൊക്കെ? PVC, പോളിത്തീൻ, ബേക്കലൈറ്റ്, പോളിസ്റ്റെറീൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതിലൊക്കെ എന്ത് നമുക്ക് പഠിക്കണം? മോണോമറുകളെ പഠിക്കണം. മോണോമർ ഇതിൻ്റെയൊക്കെ
മോണോമറുകളെ നമുക്ക് പഠിക്കണം. PVCയിലെ മോണോമർ ചോദിച്ചിട്ടുള്ളതാണ്, എന്താണ്? വിനൈൽ ക്ലോറൈഡ് ആണ്. പോളി വിനൈൽ ക്ലോറൈഡ് എന്നാണ് ഇതിൻ്റെ ഫുൾ ഫോം, പോളി വിനൈൽ ക്ലോറൈഡ്. അപ്പം വിനൈൽ ക്ലോറൈഡ് ചോദിച്ചിട്ടുണ്ട്. വിനൈൽ ക്ലോറൈഡ് ആണ് PVCയുടെ മോണോമർ. അപ്പോൾ വിനൈൽ ക്ലോറൈഡുകൾ കൂടി ചേർന്നാൽ എന്തുണ്ടായിട്ടുള്ളത്? PVC ഉണ്ടായിട്ടുള്ളത്. ഇനി പോളിത്തീൻ ആണെങ്കിലോ അതും ചോദിച്ചിട്ടുണ്ട്. പോളിത്തീൻ്റെ ആണെങ്കിൽ ഈത്തീനാണ് പോളിത്തീൻ്റെ മോണോമർ എന്ന് പറയുന്നത്. ഇനി ബേക്കലൈറ്റിൻ്റെ ആണെങ്കിൽ ഫീനോൾ ഫോർമാൽഡിഹൈഡ്, ഫീനോൾ അല്ലെങ്കിൽ ഫോർമാൽഡിഹൈഡ്. ഫീനോളും ഫോർമാൽഡിഹൈഡുമാണ് ഏതിൻ്റെ? ബേക്കലൈറ്റിൻ്റെ. ഇനി സ്റ്റൈറീൻ ആണ് പോളിസ്റ്റൈറീൻ്റെ. ഈ സ്റ്റൈറീനാണ് പോളിസ്റ്റൈറീൻ്റെ മോണോമർ എന്ന് പറയുന്നത്. ഇനി പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? വിവിധ രൂപത്തിൽ വാർത്തെടുക്കാൻ കഴിയുന്ന പോളിമറാണ് പ്ലാസ്റ്റിക്. നമ്മൾ നേരത്തെ പറഞ്ഞു പ്ലാസ്റ്റിക്, റബ്ബർ ഇതൊക്കെ പോളിമറാണ്. അപ്പോൾ പ്ലാസ്റ്റിക്കിനെ നമുക്ക് എന്താ പല രൂപത്തിലേക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ പല രൂപങ്ങളിൽ വാർത്തെടുക്കാൻ കഴിയുന്ന പോളിമറാണ് എന്തെന്ന് പറയുന്നത്? പ്ലാസ്റ്റിക് എന്ന് പറയുന്നത്. അപ്പോൾ റബ്ബർ ആണെങ്കിലോ റബ്ബറിൻ്റെ പ്രത്യേകത എന്താ? ഇലാസ്തികതയുള്ള പോളിമറാണ് ആര്? റബ്ബർ. ഇലാസ്തികതയുള്ള പോളിമറാണ് റബ്ബർ എന്ന് പറയുന്നത്. ഇനി മഴക്കോട്ട് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥം ഏതാണ്? മഴക്കോട്ട് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥമാണ് പോളിക്ലോറോ ഈഥൈൻ. പോളിക്ലോറോ ഈഥൈൻ ആണ് മഴക്കോട്ടുകൾ നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്രയും പോയിന്റ്സ് പഠിച്ചിരിക്കുക. ഇനി തെർമോ പ്ലാസ്റ്റിക്. നമ്മൾ നേരത്തെ പ്ലാസ്റ്റിക്കിനെ പറ്റി പറഞ്ഞു, പല രൂപങ്ങളിലേക്ക് മാറ്റാൻ കഴിയുന്ന പോളിമറാണ് പ്ലാസ്റ്റിക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ഏതാണെന്ന് പഠിച്ചു വയ്ക്കുക കേട്ടോ. ചോദിച്ചിട്ടുള്ളതാണ് ആദ്യത്തെ ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ഏതാ? ബേക്കലൈറ്റ് ആണ്. PYQ ആണ്. ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ഏതാണ്? ബേക്കലൈറ്റ്. പിന്നെ ഈ തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക്, ഡയോക്സിൻ ഇതൊക്കെ പ്രീവിയസ് ആണ്. അപ്പോൾ ഇതെല്ലാം പഠിക്കണം. ചൂടാക്കുമ്പോൾ മൃദുവാകുകയും തണുക്കുമ്പോൾ ദൃഢമാവുകയും ചെയ്യുന്ന ആൾക്കാരാണ് ഏത്? തെർമോ പ്ലാസ്റ്റിക്. ഓക്കെ, അപ്പോൾ തെർമോ പ്ലാസ്റ്റിക്കിനെ ചൂടാക്കി കഴിഞ്ഞാൽ എന്താ? ചൂടാക്കിയാൽ അത് മൃദുവാകും. ഓക്കെ, ചൂടാക്കുമ്പോൾ മൃദുവാകും, തണുപ്പിക്കുമ്പോൾ അത് ദൃഢമാകുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ചൂടാക്കുമ്പോൾ മൃദുവാകുകയും പിന്നെ തിരിച്ച് തണുപ്പിക്കുമ്പോൾ ദൃഢമാകുകയും ചെയ്യുന്ന പ്ലാസ്റ്റിക്കുകളെയാണ് നമ്മൾ തെർമോ പ്ലാസ്റ്റിക്കുകൾ എന്ന് പറയുക. അപ്പോൾ അതിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? നേരത്തെ നമ്മൾ പറഞ്ഞ PVC, നൈലോൺ, പോളിത്തീൻ. ഇമ്പോർട്ടൻ്റ് ആണ്. താഴെ തന്നിട്ടുള്ളതിൽ ഏതാണെന്നൊക്കെ ചോദിക്കും. പോളിത്തീൻ ഇതൊക്കെയാണ് എന്ത്? തെർമോ പ്ലാസ്റ്റിക് എന്ന് പറയുന്നത്. ഇനി തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താ? വേർഡിൽ തന്നെയുണ്ട്. അതായത് ഇത് ചൂടായ അവസ്ഥയിൽ മൃദുവായിരിക്കുകയും തണുക്കുമ്പോൾ സ്ഥിരമായി ദൃഢമാവുകയും ചെയ്യും. പിന്നെ വീണ്ടും നമുക്ക് അതിനെ മാറ്റാൻ പറ്റില്ല, അതിൻ്റെ രൂപം പിന്നെ മാറ്റാൻ പറ്റില്ല. ചൂടാക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ചൂടാക്കുമ്പോൾ ഇത് മൃദുവാകും, പക്ഷെ തണുക്കുമ്പോൾ അത് സ്ഥിരമായിട്ട് ദൃഢമായി മാറും. പിന്നെ അതിനൊന്നും നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അതാണ് സെറ്റിംഗ് ആയി മാറും. അതായത് സ്ഥിരമായിട്ട് അത് ദൃഢാവസ്ഥയിലേക്ക് പോകും. വീണ്ടും നമുക്ക് അതിനെ ചൂടാക്കി മൃദുവാക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ചൂടാക്കിയാൽ മൃദുവാകുകയും തിരിച്ച് തണുപ്പിക്കുമ്പോൾ സ്ഥിരമായി ദൃഢമാകുകയും ചെയ്യുന്ന പ്ലാസ്റ്റിക്കിനെയാണ് തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഒരിക്കൽ ദൃഢമായി കഴിഞ്ഞാൽ തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക്കുകളെ ചൂടാക്കിയിട്ട് നമുക്ക് വീണ്ടും രൂപമാറ്റം വരുത്താനായിട്ട് കഴിയില്ല. പക്ഷേ തെർമോ പ്ലാസ്റ്റിക്കിൽ അങ്ങനെ ചെയ്യാം. തെർമോ സെറ്റിംഗ് എന്ന് പറഞ്ഞാൽ അത് സ്ഥിരമായിട്ട് ദൃഢമായി, ഇനി വീണ്ടും നമുക്കതിനെ മൃദുവാക്കാനായിട്ട് പറ്റില്ല. ഓക്കെ, അപ്പോൾ തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക്കിന് ഉദാഹരണം ഏതൊക്കെയാണ്? തെർമോ സെറ്റിങ്ങിന് ഉദാഹരണമാണ് പോളിസ്റ്റർ. ഓക്കെ, പോളിസ്റ്ററും ബേക്കലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഫസ്റ്റത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ആണ് ബേക്കലൈറ്റ്. ഈ ബേക്കലൈറ്റും പോളിസ്റ്ററും ഒക്കെ എന്താണ്? തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക്കുകൾക്ക് ഉദാഹരണമാണ്. ഇനി ഈ പ്ലാസ്റ്റിക് കത്തുമ്പോൾ പുറത്തു വരുന്ന വാതകം, ക്യാൻസറിന് കാരണമായിട്ടുള്ള വിഷവാതകമാണ് ഡയോക്സിൻ. അപ്പോൾ PVC ഒക്കെ കത്തിക്കുമ്പോൾ പുറത്തു വരുന്നത് ഏതാ? ഡയോക്സിൻ തന്നെയാണ്. PVC ഒക്കെ കത്തുന്നതിൻ്റെ ഫലമായിട്ട് ഡയോക്സിനാണ് പുറത്തു വരുന്നത്. ഈ ഡയോക്സിൻ മാത്രമല്ല, പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ ഡയോക്സിൻ്റെ കൂടെ ക്ലോറാല്, ഡൈക്ലോറിൻ എന്നൊക്കെ പറയുന്ന വിഷവാതകങ്ങൾ കൂടെ പുറത്ത് വരുന്നുണ്ട് എന്നുള്ളതും കൂടെ ഓർത്തിരിക്കുക. ഓക്കെ, ഇനി പ്ലാസ്റ്റിക്കിനെ ലയിപ്പിക്കാൻ കഴിയുന്ന ദ്രാവകം അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ലയിക്കുന്ന ദ്രാവകം ഇമ്പോർട്ടൻ്റ് ആണ്. പ്ലാസ്റ്റിക് ലയിക്കുന്ന ദ്രാവകം ഏതാണ്? ക്ലോറോഫോം ആണ്. ക്ലോറോഫോം. ഓക്കെ, ക്ലോറോഫോം ആണ് പ്ലാസ്റ്റിക് ലയിക്കുന്ന
ദ്രാവകം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ PVC ഒക്കെ എന്തിനാണ് യൂസ് ചെയ്യുക? PVC എന്ന് പറഞ്ഞാൽ നമുക്ക് ഇലക്ട്രിക്കൽ വയറിങ്ങിന്, പ്ലംബിങ്ങിന്, അതുപോലെ ഷൂസ്, ഹാൻഡ് ബാഗ്, റെയിൻ കോട്ട് ഇതൊക്കെ നിർമ്മിക്കാൻ PVC നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ബാക്കലൈറ്റ് ആണെങ്കിലോ, ബാക്കലൈറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് പ്ലഗ്, സ്വിച്ച് അതൊക്കെ ഉണ്ടാക്കാനൊക്കെ ആയിട്ടാണ് കേട്ടോ. പ്ലഗുകളും അതുപോലെ തന്നെ സ്വിച്ചുകൾ, പ്ലഗ്, സ്വിച്ച് അതൊക്കെ പാചകപാത്രങ്ങളുടെയൊക്കെ കൈപ്പിടികൾ നമുക്കറിയാം. അപ്പോൾ നമ്മൾ ഈ പാചകം ചെയ്യുമ്പോൾ ആ പാത്രങ്ങളുടെ ഇപ്പോൾ നോൺ സ്റ്റിക്ക് പാൻ്റെ ഒക്കെ ആണെങ്കിൽ പിടി ഉണ്ടാക്കിയിട്ടുള്ളതൊക്കെ ആയതുകൊണ്ടാണ് ബാക്കലൈറ്റ് കൊണ്ടാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ബാക്കലൈറ്റിൻ്റെ യൂസ് അതാണ്. PVC നമുക്കറിയാം പ്ലംബിങ്ങിനും വയറിങ്ങിനും ഒക്കെ ആയിട്ട് വേണ്ടി നമ്മൾ യൂസ് ചെയ്യും. പോളിത്തീൻ ആണെങ്കിലോ വിവിധ പാക്കറ്റുകൾ, ട്യൂബുകൾ, കണ്ടെയ്നറുകൾ അതൊക്കെ നിർമ്മിക്കാൻ പോളിത്തീൻ കവറുകൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ കണ്ടെയ്നറുകൾ, പാക്കറ്റുകൾ, ട്യൂബുകൾ ഇതൊക്കെ നിർമ്മിക്കാനായിട്ട് ആര് യൂസ് ചെയ്യാറുണ്ട്? പോളിത്തീനെ യൂസ് ചെയ്യാറുണ്ട് എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. പിന്നെ അതേപോലെ തന്നെ പ്ലാസ്റ്റിക്കുകളുടെ കനം പ്രസ്താവിക്കുന്ന യൂണിറ്റ് ഏതാണ്? പ്ലാസ്റ്റിക്കുകളുടെ കനം പ്രസ്താവിക്കുന്ന യൂണിറ്റാണ് മൈക്രോൺ യൂണിറ്റിലാണ് നമ്മൾ പറയാം, മൈക്രോൺ. ഓക്കെ, മൈക്രോൺ ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ തെർമോപ്ലാസ്റ്റിക്കിനെ പറ്റിയും തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കിനെ പറ്റിയിട്ടൊക്കെ നോക്കി വയ്ക്കുക. ഇനി നമുക്ക് ഗ്ലാസിനെ പറ്റി പറയാം. ഗ്ലാസ്. ഓക്കെ, അപ്പോൾ ഗ്ലാസ് എന്ന് പറയുമ്പോൾ എന്താ, നമുക്ക് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ് സൂപ്പർ കൂൾഡ് ദ്രാവകം എന്നറിയപ്പെടുന്നത്. സൂപ്പർ കൂൾഡ് ദ്രാവകം എന്നറിയപ്പെടുന്ന പദാർത്ഥമാണ് ഗ്ലാസ്. അതുപോലെ സിലിക്കേറ്റുകളുടെ മിശ്രിതം. ഗ്ലാസ്സിൽ എന്താ കാണപ്പെടുക? സിലിക്കേറ്റുകളാണ്. അപ്പോൾ സിലിക്കേറ്റുകളുടെ മിശ്രിതം അല്ലെങ്കിൽ സിലിക്ക, കാൽസ്യം കാർബണേറ്റ്, സോഡിയം കാർബണേറ്റ് എന്നിവയുടെയൊക്കെ മിശ്രിതമാണ് എന്തെന്ന് പറയുന്നത്? ഗ്ലാസ് എന്ന് പറയുന്നത്. സിലിക്കേറ്റുകൾ. അപ്പോൾ സിലിക്കയാണ് ഇതിൽ കാണപ്പെടുന്ന പദാർത്ഥം. സിലിക്കേറ്റുകളുടെ മിശ്രിതമാണ് ഗ്ലാസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഗ്ലാസുകളുടെ കാഠിന്യം കൂട്ടാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പദാർത്ഥമാണ് ബൊറാക്സ്. ഗ്ലാസിൻ്റെ കാഠിന്യം കൂട്ടാനായി നമ്മൾ ഉപയോഗിക്കുന്ന പദാർത്ഥത്തിൻ്റെ പേരാണ് ബൊറാക്സ് എന്ന് പറയുന്നത്. ഇനി എന്താണ് സേഫ്റ്റി ഗ്ലാസ് എന്ന് പറഞ്ഞാൽ ഈ ബുള്ളറ്റ് പ്രൂഫുകൾ, വിൻഷീൽഡ് എന്നിവയുടെയൊക്കെ നിർമ്മാണത്തിനായിട്ട് ഉപയോഗിക്കുന്നതാണ് കേട്ടോ. ബുള്ളറ്റ് പ്രൂഫ് അത് നോക്കി വയ്ക്കുക. ബുള്ളറ്റ് പ്രൂഫുകളുടെ നിർമ്മാണത്തിന് അതുപോലെ തന്നെ വിൻഡ്ഷീൽഡ് എന്നിവയുടെയൊക്കെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് സേഫ്റ്റി ഗ്ലാസ് ആണ്. ഫൈബർ ഗ്ലാസ് എന്ന് പറഞ്ഞാലോ വാഹനങ്ങൾ, ഇൻസുലേറ്ററുകൾ, ഹെൽമെറ്റുകൾ എന്നിവയുടെയൊക്കെ നിർമ്മാണത്തിനായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഹെൽമെറ്റുകൾ അതുപോലെ തന്നെ വാഹനങ്ങൾ, ഇൻസുലേറ്ററുകൾ അവയുടെയൊക്കെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നതാണ് ഫൈബർ ഗ്ലാസ് എന്ന് പറയുന്നത്. ഇനി പൈറക്സ് ഗ്ലാസ് ഉണ്ട്. പൈറക്സ് ഗ്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? തെർമോമീറ്റർ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നതാണ്. ചൂട് എന്നുള്ള വാക്കിനെ ബന്ധിപ്പിക്കുന്നതാണിത്. അപ്പോൾ തെർമോമീറ്റർ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഗ്ലാസ് ആണ് പൈറക്സ് ഗ്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പൈറക്സ് ഗ്ലാസ് എന്നറിയപ്പെടുന്നത് ഏതാ? പൈറക്സ് ഗ്ലാസ് എന്നറിയപ്പെടുന്നത് ബോറോസിലിക്കേറ്റ് ഗ്ലാസ് ആണ്. ബോറോസിലിക്കേറ്റ് ഗ്ലാസ് ആണ് പൈറക്സ് ഗ്ലാസ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഈ ബോറോസിലിക്കേറ്റ് ഗ്ലാസ് മെയിനായിട്ട് എന്തിനൊക്കെ ആയിരിക്കും? ഈ ലബോറട്ടറി ഉപകരണങ്ങൾ, പാചകപാത്രങ്ങൾ എന്നിവയൊക്കെ നിർമ്മിക്കാനാണ്. തെർമോമീറ്റർ എന്നൊക്കെ പറയുമ്പോൾ അതായത് ലബോറട്ടറി ഉപകരണങ്ങളുടെ നിർമ്മാണം, ലബോറട്ടറി ഉപകരണങ്ങളുടെ നിർമ്മാണത്തിനൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി ഇതേപോലെ ഹാർഡ് ഗ്ലാസ് ഉണ്ട്. ഹാർഡ് ഗ്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിൻ്റെ നിർമ്മാണത്തിനായിരിക്കും? ഹാർഡ് ഗ്ലാസ് എന്ന് പറഞ്ഞാലും എന്തൊക്കെ തന്നെയാണ്? ഈ ഫാക്ടറികൾ, ലബോറട്ടറി ഉപകരണങ്ങൾ, അടുക്കള ഉപകരണങ്ങൾ എന്നിവയുടെയൊക്കെ നിർമ്മാണത്തിന് നമ്മൾ ഉപയോഗിക്കുന്നത് ഹാർഡ് ഗ്ലാസ് ആണ്. പിന്നെ ഫ്ലിൻറ്റ് ഗ്ലാസ്, ഇത് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, ഫ്ലിൻറ്റ് ഗ്ലാസ് എന്തിൻ്റെ നിർമ്മാണത്തിനാണ് ഉപയോഗിക്കുന്നത്? ലെൻസ്, പ്രിസത്തിൻ്റെയും അതുപോലെ തന്നെ ലെൻസ്, പ്രിസം എന്നിവയുടെയൊക്കെ നിർമ്മാണത്തിന് നമ്മൾ ഉപയോഗിക്കുന്നത് ഫ്ലിൻറ്റ് ഗ്ലാസ് ആണ്. ഇനി ദർപ്പണങ്ങൾ, ജനൽപ്പാളികൾ ഇതൊക്കെ നിർമ്മിക്കാൻ നമ്മൾ സോഫ്റ്റ് ഗ്ലാസ് ആണ് ഉപയോഗിക്കുക. സോഫ്റ്റ് ഗ്ലാസ് ഉപയോഗിക്കുന്നത് എന്തിനൊക്കെയാണ്? ദർപ്പണങ്ങൾ അതുപോലെ തന്നെ ജനൽപ്പാളികൾ എന്നിവയൊക്കെ നിർമ്മാണത്തിന് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? സോഫ്റ്റ് ഗ്ലാസ് അല്ലെങ്കിൽ സോഡ ഗ്ലാസ് എന്നൊക്കെ പറയും, സോഡ ലൈം ഗ്ലാസ് എന്നൊക്കെ പറയും. അത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഫ്ലിൻറ്റ് ഗ്ലാസ്, ഒപ്റ്റിക്കൽ ഗ്ലാസ്, ലെഡ് ഗ്ലാസ് എന്നൊക്കെ പറഞ്ഞാൽ ലെൻസ്, പ്രിസം അതിൻ്റെയൊക്കെ നിർമ്മാണത്തിനായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി ഗ്ലാസ് ലയിക്കുന്ന ആസിഡ് ചോദിച്ചിട്ടുള്ളതാണ്. ഗ്ലാസ് ലയിക്കുന്ന ആസിഡാണ് ഹൈഡ്രോഫ്ലൂറിക് ആസിഡ്.
ഫ്ലൂറിക് ആസിഡ്. ഗ്ലാസ് ലയിക്കുന്ന ആസിഡാണ് ഹൈഡ്രോഫ്ലൂറിക് ആസിഡ് എന്നുള്ളത് നോക്കി വയ്ക്കുക. ഇനി ഹാർഡ് ഗ്ലാസ് എന്ന് നമ്മളിവിടെ പറഞ്ഞില്ലേ, ഹാർഡ് ഗ്ലാസ്. ഈ ഹാർഡ് ഗ്ലാസ് എന്നറിയപ്പെടുന്നത് പൊട്ടാഷ് ഗ്ലാസ് ആണ്. പൊട്ടാഷ് ഗ്ലാസ്, ഹാർഡ് ഗ്ലാസ് എന്നറിയപ്പെടുന്നത് പൊട്ടാഷ് ഗ്ലാസ് ആണെന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഇനി നമുക്ക് റബ്ബർ ഒരുപാട് തവണ ചോദിക്കാറുള്ളതാണ് റബ്ബറിനെ പറ്റിയിട്ട്. അപ്പോൾ ഐസോപ്രീൻ, റബ്ബർ എന്ന് പറയുമ്പോൾ തന്നെ ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. പ്രകൃതിദത്തമായിട്ടുള്ള റബ്ബറാണ് ഐസോപ്രീൻ. പ്രകൃതിദത്തമായിട്ടുള്ള സ്വാഭാവിക റബ്ബറാണ് ഐസോപ്രീൻ. ഇനി നിയോപ്രീൻ എന്ന് പറഞ്ഞാലോ, അപ്പോൾ കൃത്രിമ റബ്ബറാണ് എന്തെന്ന് പറയുന്നത്, നിയോപ്രീൻ എന്ന് പറയുന്നത്. നിയോപ്രീൻ കൃത്രിമ റബ്ബറാണ്. ഇനി റബ്ബറിൻ്റെ കട്ടി കൂട്ടുന്നതിനായിട്ട് സൾഫർ ചേർക്കുന്ന പ്രക്രിയ വൾക്കനൈസേഷൻ എന്ന് പറയും. ഈ വൾക്കനൈസേഷനിൽ നമ്മൾ ചേർക്കുന്നത് എന്താ, സൾഫറാണ് കേട്ടോ. അത് ചോദിച്ചിട്ടുള്ളതാണ്. എന്തിനു വേണ്ടിയിട്ടാണ്, റബ്ബറിൻ്റെ കട്ടി കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ റബ്ബറിൻ്റെ കട്ടി കൂട്ടുന്നതിനായിട്ട് സൾഫർ ചേർക്കുന്ന പ്രക്രിയയാണ് വൾക്കനൈസേഷൻ എന്ന് പറയുന്നത്. ഇനി റബ്ബർ ലയിക്കുന്ന ലായനി ഏതാണ്, റബ്ബർ ലയിക്കുന്ന ലായനിയാണ് ബെൻസീൻ. അപ്പോൾ കൃത്രിമ റബ്ബറാണ് നിയോപ്രീൻ എന്ന് പറഞ്ഞു. ഈ നിയോപ്രീൻ്റെ ഉപയോഗം എന്താ, ഇലക്ട്രിക് കേബിളിലെ ഇൻസുലേറ്റർ ആയിട്ടാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഇലക്ട്രിക് കേബിളുകളിൽ ഇൻസുലേറ്റർ ആയിട്ട് ഉപയോഗിക്കുന്ന റബ്ബറാണ് ഇലക്ട്രിക് കേബിളുകളിൽ ഇൻസുലേറ്റർ ആയിട്ട് ഉപയോഗിക്കുന്ന റബ്ബറാണ് നിയോപ്രീൻ. ഈ റബ്ബറിൻ്റെ കാഠിന്യം കൂട്ടുന്ന പ്രക്രിയയാണ് എന്ത്, വൾക്കനൈസേഷൻ എന്ന് പറയുന്നത്. ഈ വൾക്കനൈസേഷനിൽ നമ്മൾ ചേർക്കുന്നത് സൾഫർ ആണെന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി ഫൈബറുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ബലമുള്ള നൂലുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പോളിമറാണ് ഫൈബർ എന്ന് പറയുന്നത്. ബലമുള്ള നൂലുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പോളിമറാണ് ഫൈബർ. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് നിർമ്മിക്കപ്പെട്ട കൃത്രിമ നൂൽത്തരം ഏതാണ്, നൈലോൺ ആണ്. അപ്പോൾ ഈ നൈലോൺ എന്ന് പറയുന്നതും ടെർലിൻ എന്ന് പറയുന്നതൊക്കെ കൃത്രിമ ഫൈബറുകളാണ് കേട്ടോ. കൃത്രിമ ഫൈബറുകളാണ് നൈലോണും ടെർലിനും. അപ്പോൾ അതിൽ തന്നെ ആദ്യമായിട്ട് നിർമ്മിക്കപ്പെട്ട കൃത്രിമ നൂൽത്തരം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. നൈലോൺ ആണ് ആദ്യമായി നിർമ്മിക്കപ്പെട്ട കൃത്രിമ നൂൽത്തരം. അപ്പോൾ ഈ പാരച്യൂട്ടൊക്കെ നിർമ്മാണത്തിനാണ് ഈ നൈലോൺ ഉപയോഗിക്കുന്നത്. പാരച്യൂട്ടിൻ്റെ ഒക്കെ നിർമ്മാണത്തിന് നൈലോൺ ഉപയോഗിക്കുന്നുണ്ട്. കൃത്രിമമായിട്ടുള്ള ഫൈബറുകളാണ് നൈലോണും ടെർലിനും. അതിൽ തന്നെ ആദ്യമായി നിർമ്മിക്കപ്പെട്ട കൃത്രിമ നൂൽത്തരമാണ് നൈലോൺ എന്ന് പറയുന്നത്. ഇനി കൃത്രിമ പട്ട് എന്നറിയപ്പെടുന്ന അർദ്ധ കൃത്രിമ നൂൽത്തരമാണ് റയോൺ എന്ന് പറയുന്നത്. കൃത്രിമ പട്ട് എന്നറിയപ്പെടുന്ന നൂൽത്തരമാണ് ഇത്, റയോൺ. ഇനി പ്രകൃതിദത്തമായിട്ടുള്ള ഫൈബറുകൾ ഏതൊക്കെയായിരിക്കും, അപ്പോൾ പ്രകൃതിദത്തമായിട്ടുള്ള ഫൈബറുകളാണ് കോട്ടണും സിൽക്കും. അതുപോലെ തന്നെ സിന്തറ്റിക് ഫൈബർ. എന്താണ് സിന്തറ്റിക് ഫൈബർ എന്ന് പറഞ്ഞാൽ, മനുഷ്യനിർമ്മിതമായിട്ടുള്ളതാണ്. മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഫൈബറുകളാണ് സിന്തറ്റിക് ഫൈബറുകൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു കൃത്രിമ ഫൈബർ എന്ന് പറയുന്നത് നൈലോണും ടെർലിനും. അതിന് ഫസ്റ്റ് നിർമ്മിച്ചിട്ടുള്ള നൈലോൺ ആണ്. കൃത്രിമ പട്ട് എന്നറിയപ്പെടുന്നത് റയോൺ ആണ്. കോട്ടൺ, സിൽക്കൊക്കെ പ്രകൃതിദത്തമായിട്ടുള്ളതാണ്. അപ്പോൾ ഈ മനുഷ്യനിർമ്മിതം, അതായത് കൃത്രിമമായിട്ടുള്ള തന്നെ നമ്മൾ വിളിക്കുന്ന പേരാണ് സിന്തറ്റിക് ഫൈബർ എന്ന് പറയുന്നത്. ഇനി യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് എന്താ, യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് ഏതാണ്, കോട്ടൺ ആണ് യൂണിവേഴ്സൽ ഫൈബർ. ഈ കോട്ടൺ ആണ് യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത്. എന്നാൽ ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്നത് ചണമാണ്. ഓക്കെ, ഇനി നമുക്ക് ചായങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതായത് ഡൈ ആണ് പറയുന്നത്. വസ്തുക്കൾക്ക് നിറം നൽകുന്നതിന് വേണ്ടിയിട്ട് ചായങ്ങൾ അല്ലെങ്കിൽ ഡൈകൾ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാ, വസ്തുക്കൾക്ക് നിറം പകരുന്നതിന് സഹായിക്കുന്ന രാസവസ്തുക്കളാണ് ചായങ്ങൾ എന്ന് പറയുന്നത്. അതിൽ തന്നെ പ്രകൃതിദത്തമായിട്ടുള്ള ഡൈകളാണ് അലിസാരിനും ഇൻഡിഗോയും ഒക്കെ. ഇൻഡിഗോ, അലിസാരിൻ എന്നൊക്കെ പറയുന്നത് പ്രകൃതിദത്തമായിട്ടുള്ള ഡൈകളാണ്. ഇനി അതുപോലെ തന്നെ മനുഷ്യന് ഹാനികരമായിട്ടുള്ള ഡൈ ആണ് എന്ത്, ടെട്രാസിൻ എന്ന് പറയുന്നത്. ടെട്രാസൈൻ എന്ന് പറയുന്നത് മനുഷ്യന് ഹാനികരമായിട്ടുള്ള ഡൈ ആണ്. ടെട്രാസൈൻ എന്ന് പറയുന്നത്. ഇനി ഭക്ഷണ പദാർത്ഥങ്ങളിൽ കൃത്രിമ നിറം നൽകുന്നതിനും എന്തുപയോഗിക്കുന്നുണ്ട്, ഡൈസ് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. ഭക്ഷണ പദാർത്ഥങ്ങളിൽ കൃത്രിമ നിറം നൽകാനും ഡൈസ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഈ ടാർട്രാസിൻ എന്ന് പറയുന്നത് എന്ത് നിറം നൽകാനാണ് ചോദിച്ചിട്ടുള്ളതാണ്, മഞ്ഞ നിറം നൽകാൻ.
മഞ്ഞ നിറം നൽകാൻ. എന്തിന്? ഭക്ഷണ പദാർത്ഥങ്ങളിൽ ചേർക്കുന്നതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് നിറം നൽകാനായിട്ടും ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് മഞ്ഞ നിറം നൽകാനാണ് ടാർട്രാസിന് ഉപയോഗിക്കുന്നത്. എറിത്രോസിനാണെങ്കിലോ അത് ചുവപ്പ് നിറം നൽകാനാണ്. ചുവപ്പ് നിറം നൽകാനാണ് എറിത്രോസിന് ഉപയോഗിക്കുന്നത്. ഇനി ഫോസ്ഫോറിക് ആസിഡ് അതെന്തിനു വേണ്ടിയിട്ടാണ്? കൃത്രിമ പാനീയങ്ങളിൽ പുളിരുചി കിട്ടാനായിട്ട്. പുളിരുചി, കൃത്രിമ പാനീയങ്ങളിൽ പുളിരുചി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോസ്ഫോറിക് ആസിഡാണ് ഉപയോഗിക്കുക. പൈനാപ്പിൾ സുഗന്ധത്തിന്, അപ്പം നമ്മൾ പറഞ്ഞു പുളിരുചി ലഭിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? ഫോസ്ഫോറിക് ആസിഡാണ്. അതേപോലെ പൈനാപ്പിൾ സുഗന്ധത്തിന് നമ്മൾ ഉപയോഗിക്കുന്നതാണ് അലൈൽ ഹെക്സനോയേറ്റ്. അലൈൽ ഹെക്സനോയേറ്റ് ആണ് പൈനാപ്പിൾ സുഗന്ധത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഹെക്സനോയേറ്റ് ഒരുമിച്ചാണ്. അലൈൽ ഹെക്സനോയേറ്റ് ആണ് പൈനാപ്പിൾ സുഗന്ധത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇനി ഫോർമാൽഡിഹൈഡ് അതെന്തിനു വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുക? പരീക്ഷണശാലകളിൽ ജൈവ സാമ്പിളുകളും മൃതശരീരവും സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തുവാണ്. ഓക്കെ, മൃതശരീരം ഒക്കെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്നതാണ് ഫോർമാൽഡിഹൈഡ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. പരീക്ഷണശാലകളിൽ ജൈവ സാമ്പിളുകളും മൃതശരീരവും സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഫോർമാൽഡിഹൈഡാണ്. ഇനി ഭക്ഷണ പദാർത്ഥങ്ങളുടെ രുചി കൂട്ടാനായിട്ട് ഉപയോഗിക്കുന്നത് ചോദിച്ചിട്ടുള്ളതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഭക്ഷണ പദാർത്ഥങ്ങളുടെ രുചി കൂട്ടാൻ. ഓക്കെ, രുചി കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന പദാർത്ഥമാണ് അജിനോമോട്ടോ എന്ന് പറയുന്നത്. ഇനി ഫിനോഫ്തലിൻ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുക? കൈക്കൂലിക്കാരായ ഉദ്യോഗസ്ഥരെ പിടികൂടാനായിട്ട് ഉപയോഗിക്കുന്ന രാസവസ്തുവാണ്. കൈക്കൂലിക്കാരായിട്ടുള്ള ഉദ്യോഗസ്ഥരെ പിടികൂടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഫിനോഫ്തലിൻ എന്ന് പറയുന്നത്. ഇനി വിയറ്റ്നാം യുദ്ധത്തിൽ അമേരിക്ക ഉപയോഗിച്ച രാസായുധം. വിയറ്റ്നാം യുദ്ധത്തിൽ അമേരിക്ക ഉപയോഗിച്ച രാസായുധമാണ് ഏജന്റ് ഓറഞ്ച്. അസറ്റോൺ എന്താണ്? നെയിൽ പോളിഷ് റിമൂവറായിട്ട് ഉപയോഗിക്കുന്നതാണ് എന്ത്? അസറ്റോൺ. നെയിൽ പോളിഷ് റിമൂവറായിട്ട് ഉപയോഗിക്കുന്നതാണ് അസറ്റോൺ എന്ന് പറയുന്നത്. ഇതേപോലെ പെയിൻറ്റുകളിലും അതുപോലെ തന്നെ വാർണിഷുകളിലും ഒക്കെ ഉപയോഗിക്കുന്ന രാസവസ്തു ഉണ്ട്. പെയിൻറ്റിലും വാർണിഷിലും ഒക്കെ ഉപയോഗിക്കുന്നതാണ് ലിത്താർജ് എന്ന് പറയുന്നതാണ് പെയിൻറ്റിലും വാർണിഷിലും ഒക്കെ ഉപയോഗിക്കുന്നത്. അപ്പം DDT എന്ന് പറയുന്നത് എന്താ? എല്ലാവർക്കും അറിയുന്നുണ്ടാവും. DDT എന്ന് പറയുന്നത് കീടനാശിനിയാണ്. DDT എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ആൽക്കഹോളുകൾ. അപ്പോൾ ആൽക്കഹോളിൽ പ്രീവിയസ് ആയി ചോദിച്ചിട്ടുള്ളത് പഠിക്കാം. ആൽക്കഹോൾ എന്ന് പറയുമ്പോൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന ആൽക്കഹോളാണ് എത്തനോൾ. ഓക്കെ, കുടിക്കുവാൻ ഉപയോഗിക്കുന്നതാണ് ആൽക്കഹോൾ എന്ന് പറയുന്നത്. 99.5% എഥനോളിന് നമ്മൾ എന്ത് പറയും? അബ്സല്യൂട്ട് ആൽക്കഹോൾ എന്ന് പറയും. അബ്സല്യൂട്ട് ആൽക്കഹോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 99.5% എഥനോളാണ്. 99.5% എഥനോളിന് നമ്മൾ എന്താ പറയുക? അബ്സല്യൂട്ട് ആൽക്കഹോൾ എന്ന് പറയും. അബ്സല്യൂട്ട് ആൽക്കഹോൾ എന്നാണ് പറയുക. അപ്പോൾ കുടിക്കുവാൻ ഉപയോഗിക്കുന്നതാണ് എഥനോള്. അതേപോലെ തന്നെ വുഡ് സ്പിരിറ്റ് എന്നറിയപ്പെടുന്നതാണ് മെത്തനോള്. വുഡ് സ്പിരിറ്റ് എന്നറിയപ്പെടുന്നതാണ് എന്തെന്ന് പറയുന്നത്? മെത്തനോൾ എന്ന് പറയുന്നത്. പെയിൻറ് നിർമ്മാണത്തിലെ ലായകമായിട്ട് വാർണിഷിൽ ഫോർമാലിൻ എന്നിവയുടെയൊക്കെ നിർമ്മാണത്തിന് നമ്മൾ ഉപയോഗിക്കുന്നത് മെത്തനോളാണ്. അപ്പോൾ മെത്തനോൾ എന്തിനു വേണ്ടിയിട്ടാണ്? പെയിൻറ് നിർമ്മാണത്തിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുക. വാർണിഷ്, ഫോർമാലിൻ എന്നിവയുടെയൊക്കെ നിർമ്മാണത്തിന് വേണ്ടി മെത്തനോൾ ഉപയോഗിക്കും. വുഡ് സ്പിരിറ്റ് എന്നറിയപ്പെടുന്നത് മെത്തനോളാണ്. ഇനി മെത്തനോളിൻ്റെ വ്യാവസായിക നിർമ്മാണത്തിൽ കാർബൺ മോണോക്സൈഡിനോടൊപ്പം നമ്മൾ ചേർക്കുന്നത്, ഈ മെത്തനോളിൻ്റെ നിർമ്മാണത്തിൽ കാർബൺ മോണോക്സൈഡിനോടൊപ്പം നമ്മൾ ചേർക്കുന്നത് ആരെയാ? ഹൈഡ്രജനെയാണ്. കാർബൺ മോണോക്സൈഡിനോടൊപ്പം ഹൈഡ്രജൻ ചേർത്തിട്ടാണ് എന്ത് നിർമ്മിക്കുന്നത്? മെത്തനോൾ നിർമ്മിക്കുന്നത് എന്നുള്ളതും കൂടെ ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ആൽക്കഹോളുമായി ബന്ധപ്പെട്ടിട്ടുള്ള 2 ടെസ്റ്റുകൾ അത് നോക്കി വയ്ക്കുക. എന്തൊക്കെയാണ്? ലൂക്കാസ് ടെസ്റ്റും വിക്ടർ മേയർ ടെസ്റ്റും. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഇതൊക്കെ നോട്ട് ചെയ്ത് വെച്ചാൽ മതി. മെത്തനോൾ എന്ന് പറഞ്ഞാൽ വുഡ് സ്പിരിറ്റ് എന്നറിയപ്പെടുന്നു. കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനും കൂടി ചേർന്നിട്ടാണ് ഈ മെത്തനോളിൻ്റെ നിർമ്മാണം ചെയ്യുന്നത്. എഥനോൾ എന്ന് പറയുന്നത് നമ്മൾ കുടിക്കുവാൻ ഉപയോഗിക്കുന്നത്. അബ്സല്യൂട്ട് ആൽക്കഹോൾ എന്ന് പറയുന്നത് 99.5% എഥനോളിനെയാണ് അബ്സല്യൂട്ട് ആൽക്കഹോൾ എന്ന് പറയാം. അപ്പോൾ ഈ ഒരു ഭാഗത്തു നിന്ന് ഇനി നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. അതായത് ഔഷധങ്ങളെ പറ്റിയിട്ട്, മരുന്നുകളെ പറ്റിയിട്ട്, അനാൽജസിക്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ അത് നമുക്കൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ ഇത്രയും പോയിന്റ്സ്, ഇത് മെയിനായിട്ടും SCRT-നെയൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഫാക്ട്സ് ആണ്. അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുണ്ട്. അതുപോലെ റാങ്ക് ഫയലിൽ നിന്നുള്ള പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. എല്ലാ വീഡിയോസും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റുകളും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ടും രേഖപ്പെടുത്തുക. താങ്ക് യു.